சந்தன மாதிரி சொல்லு. கல்யாணம் வேண்டாமா? இப்ப பண்ணாம நீ எப்ப பண்ண போற? என்னோட லைஃபை விடு. என்னோட லைஃப் இப்படியாச்சும் சொல்லிட்டு எல்லாரோடும் இப்படி ஆகுமா? இல்ல இல்ல. ஆமா ஆமா, என்னோட அப்பா இருக்கிற வரைக்கும் எனக்கு ஒரு பிரச்சனையும் இல்லை. ஆனா என்னோட அப்பாக்கு அப்புறம் நான் இருக்க மாட்டேன், அவ்வளவுதான். நான் எல்லாம் இருந்துட்டு என்ன பிரயோஜனம்? ஆண்டி ஒரு நிமிஷம் வச்சுடு. என்ன அம்மம்மா நிக்குதாண்டா? ஆமா பார்த்தேன், நல்லா தானே நிற்கிறாங்க. குளிச்சு நல்லா தானே நிக்கிறா. என்ன ஆண்டி அம்மம்மா വയ്യാണ്ട് നിൽക്കുവാണ് ഇവിടെ? വയ്യാവാ? അമ്മമ്മേ എന്ത് പറ്റിയേ? എന്താ പറ്റിയേ? കുഴപ്പമൊന്നുമില്ല. എന്തുപറ്റി? എടാ അമ്മമ്മയ്ക്ക് വയ്യടാ. അയ്യോ വയ്യേ? കരാണ്ടി എന്തുവാ? எனக்கு பிரச்சனை இல்லப்பா, അമ്മാക്ക്. അമ്മൂമ്മ എന്താ ചെയ്ത്? ഓ ഒന്നുമില്ല. അമ്മൂമ്മ കാര്യം പറയുമ്പോ അമ്മൂമ്മ എന്ത് പറ്റി? പിന്നെ അമ്മൂമ്മക്ക് എന്ത് പറ്റി അറിയണ്ടേ? അമ്മൂമ്മ കാര്യം പറ. അയ്യോ എനിക്കൊന്നുമില്ല, ഒരു ചെറിയ തലചുറ്റല് അത്രേ ഉള്ളൂ. തലചുറ്റൽ? അമ്മമ്മ വന്നേ, ബാ 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 ബാ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല, നിക്ക്, ഒരു മിനിറ്റ് നിക്ക്. നിന്ന് ഒരു മിനിറ്റ് നിന്ന്. എങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലേ? ഉറപ്പാണോ? ഉറപ്പാ. എന്നാ പിന്നെ ശരി. ചേച്ചി വിശക്കണേ, കഴിക്കാൻ പറ്റുണ്ടോ? ദേ നിൽക്കുന്ന അമ്മൂമ്മ ഫ്രഷ് ആയിട്ട് തിന്നെടുത്ത്. എടാ ഒരാൾ വയ്യാതെ കിടക്കുമ്പോഴാണ് അതിന്റെ ഇടയിൽ ടീച്ചറുടെ കാര്യം ചോദിച്ചോണ്ട് വരുന്നത്. അമ്മൂമ്മയല്ലേ ഇപ്പൊ പറഞ്ഞ അമ്മൂമ്മക്ക് കുഴപ്പമില്ലെന്ന്? എടാ അത് പറയുമ്പോ അമ്മൂമ്മ അങ്ങനെ പറയും, പക്ഷെ അമ്മൂമ്മക്ക് നല്ല കുഴപ്പമുണ്ട്. അമ്മൂമ്മ വന്നേ, ബാ. ഇല്ല ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അമ്മൂമ്മ ഒന്നില്ലെങ്കിൽ അമ്മൂമ്മ അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോവാം. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? ജോലി എന്നല്ല കേശു നിൽക്കുന്നേ. അമ്മൂമ്മ ബാ, നമുക്ക് ആശുപത്രി ഓ ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഇച്ചിരി കഴിയുമ്പോ അങ്ങ് മാറും. അമ്മ ഞാൻ പറയുന്നേക്ക്, ചിലപ്പോ വല്ല ഷുഗറോ ബിപിയോ കൊളസ്ട്രോളോ വല്ല കുറഞ്ഞതോ കൂടിയതോ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാലോ. ഞാൻ ചെക്ക് ചെയ്യാനൊന്നും എങ്ങോട്ടും വരുന്നില്ല. അന്ന് അവിടെ കുറച്ചു നേരം വന്ന് കിടക്ക്. കേശു അമ്മൂമ്മനെ കൊണ്ടുപോടാ. അമ്മൂമ്മല്ലേ പറഞ്ഞേ അമ്മൂമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്, എന്തിനാ പിടിച്ചു കിടത്തുന്ന? നിനക്കല്ലെങ്കിൽ എന്തോന്ന്, നിനക്ക് വാലാകോല നീലാണെന്ന് പറയുന്നത് നടന്നാ മതിയല്ല. വാലാകോല നീലാണ്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അച്ഛന്റെ കാര്യം ആലോചിച്ചോ. ഞാൻ അച്ഛനെ പോയി വിളിച്ചിട്ട് വരാം. അമ്മൂമ്മനെ കൂടെ കിടത്തടാ. ഞാൻ കിടക്കത്തില്ല കൊച്ചേ. കിടക്കില്ലേ? എന്നാ ലച്ചിന് എടുത്തുവല്ലോ. അമ്മൂമ്മ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അമ്മൂമ്മേനെക്കാളും വയലന്റ് ആണ് ഞാൻ. அம்மா எனக்கு லட்சுவை பார்த்தா பயமா இருக்கு, நீங்க போய் படுங்கம்மா. ലച്ചുവെ പാത്ത ഭയമാ ഇരിക്കുന്ന? അത് ഞാൻ ഇത് വല്ല പ്രേതോ യക്ഷിയാ പേടിക്കാനായിട്ട്? ആ ഏകദേശം അങ്ങനെ തന്നെ. നിനക്കുള്ളത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, തരാം. അമ്മൂമ്മ ആദ്യം വന്നേ, വാ. എന്നിട്ട് പറയണ പറച്ചില്ല എനിക്കൊരു കുഴപ്പമില്ലാന്ന്. കേശു ഇവിടുത്തെ ജോലിക്ക് ചെയ്യടാ. ഇവിടെ എന്തൊരു ജോലി പാത്രം കഴുകു. പാത്രമൊന്നുമില്ല. ശരിക്കും അമ്മൂമ്മക്ക് കുഴപ്പമുണ്ടായില്ലേ? ആ ഞാൻ പോണു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ പോണു. എവിടെ പോണത് എനിക്ക് മനസ്സിലാവണ്ട. லட்சு போலாமா? എവിടെ പോലാമാ? ஹாஸ்பிட்டல்ல. ഹോസ്പിറ്റൽ ആരാ കിടക്കണേ? யாரும் கிடக்கல, அம்மாவை கூட்டிட்டு போக வேண்டாமா? അമ്മാവെ ആര് കൂട്ടിയിട്ട് പോകുന്നു? நான் கூட்டிட்டு போறேன். ആന്റി അമ്മാവെ ഞാൻ കൂട്ടിയിട്ട് പോരെ. ഗൗരിയമ്മായും ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അടുക്കളയിലെ പണിയൊക്കെ ആര് നോക്കും? அப்படின்னா ஒன்றும் பண்ணலாம். நான் ஏதானாலும் ட்ரெஸ் பண்ணியாச்சுல, அதனால நான் போறேன், நீ இங்கே இரு. ആ ആന്റിന്റെ അമ്മൂമ്മേനെയും കൂടെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടാ കോമഡി ആയിരിക്കും. என்ன காமெடி? ഇതിനപ്പുറം വേറെ എന്ത് കോമഡിയാ ഉള്ളേ? லட்சு என்ன சொல்ற நீ? நான் எவ்வளோ வாட்டி என்னோட அப்பாவும் கூட்டி போயிருக்கேன்ல. അതൊക്കെ ശരിയാണ്, പക്ഷെ അമ്മൂമ്മനെയും കൊണ്ട് ഞാൻ പോയിക്കോളാം ആന്റി, കുഴപ്പമില്ല. ആന്റി ഇവിടെ നിൽക്ക്. நான் போறேன் ലച്ചു. ഞാൻ പോറേ ആന്റി. நான் போறேன் ലച്ചു. ഞാൻ പോവാ ആന്റി പ്ലീസ്. என்னடா வாயில என்ன சாப்பிட்டுட்டு வரேன்னு? അമ്മായി ഇല്ലാത്ത നേരം നോക്കി അമ്മായിയുടെ റൂമിൽ കയറി രണ്ടുപേരും കൂടെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി തിന്നോണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെയൊന്നുമില്ല ചേച്ചി, അമ്മായിക്കറിയാം ഇതൊക്കെ തീർന്നാൽ ഞങ്ങളായിരിക്കും എടുക്കുന്നതാണ്. വേറെ ആരും എടുക്കാനില്ലല്ലോ. പിന്നെ അമ്മായി എടുത്ത് പറയാൻ നിൽക്കണം കേട്ടാ, ചില അമ്മായി കഴിപ്പാവും. എടാ നീ ഇങ്ങനെ തിന്നോണ്ട് എടുക്കാതെ നിനക്ക് എല്ലായിടത്തും കയറി പോവാൻ പാടില്ലേ? എങ്ങോട്ട് കയറി പോയി?
അല്ല എന്തായാലും നീ ഇപ്പൊ 2 കൊല്ലത്തിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ആവുമല്ലോ. മലയാളമാണ് എടുത്തേക്കുന്നത്. അപ്പൊ പിന്നെ വല്ല വിദേശത്തൊക്കെ പഠിക്കാൻ പോണം. ഇത് ഒന്ന് പോയച്ചു വിദേശത്ത് പഠിക്കാൻ പോണൊക്കെ ഭയങ്കര ഫണ്ട് ചിലവാണ് കേസാണ്. മാത്രമല്ല എനിക്കതിനുള്ള സമയമില്ല. അങ്ങനെ വള്ളി കേസല്ലേ പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര വള്ളി കേസല്ലേന്ന്. വലിയ വള്ളി കേസൊന്നും ഇല്ല. ദേ ഇതിപ്പോ ഞാൻ ഇപ്പൊ ഓൺലൈനിൽ കണ്ടതോന്ന്. എടാ നീ ഇത് നോക്കിക്കേ. UK പോവാതെ തന്നെ ഉയർന്ന നിലവാരമുള്ള ബ്രിട്ടീഷ് ഡിഗ്രി കോഴ്സും ഡിപ്ലോമ കോഴ്സും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ വഴി സ്വന്തമാക്കാം. ക്ലിയർ ആയില്ല? പറഞ്ഞുതരാം. ദേ എഡ്വോറോ. എടാ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കില്ലേ, അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എഡ്വോറോ. എടാ നീ ഇത് നോക്കടാ. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി ലണ്ടന്റെ റീജിയണൽ സെന്റർ ആണ് എഡ്വോറോ. എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടത് വെച്ചിട്ടുണ്ടല്ലോ, മോസ്റ്റ് ട്രസ്റ്റഡ് എഡ്യൂക്കേഷണൽ പ്രൊവൈഡർ ആണ് ഇവർ. ഇത് മറ്റേ ഇവിടെ കണ്ടിച്ചല്ലോ കോഴിക്കോട് കാലിക്കറ്റ്. അല്ല, കോഴിക്കോടൊക്കെ സെന്റർ ഉണ്ട്, ഓഫീസും ഉണ്ട്. അവിടെ നിനക്ക് പോയി പഠിക്കണമെങ്കിൽ അവിടെ പോയി പഠിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഓൺലൈൻ വഴി തന്നെ വീട്ടിൽ നിന്ന് പഠിക്കാവുന്നതാണ്. നോക്കി BM, HRM, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, IT തുടങ്ങിയ 120-ൽ പരം കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കോഴിക്കോടാണല്ലേ? കോഴിക്കോട് ആക്ച്വലി അവർക്ക് സെന്റർ ഉണ്ട്, ഓഫീസും ഉണ്ട്. നിനക്ക് കോഴിക്കോട് പോയി പഠിക്കണമെങ്കിൽ അവിടെ പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാം. കൊള്ളാൻ കേട്ടാ മൊത്തത്തിൽ പരിപാടി. രക്ഷപ്പെടണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേ. അമ്മുമ്മേ, അമ്മുമ്മേ, വന്നേ. എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുക? എത്ര നേരം കൊണ്ടൊന്നും വിളിക്കുന്നില്ല, ഇപ്പഴാ വിളിച്ചേ. ഇപ്പഴാ വിളിച്ച. പക്ഷെ ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ നിക്കുവാന്നറിയോ? എന്താ ഇത്ര ഒരുക്കം? കല്യാണത്തിന് പോണോ? പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് മെനയായിട്ട് പോകണ്ടേ? ഭാര്യ വലിച്ചിട്ടോണ്ട് പോകാൻ പറ്റുമോ? அப்படின்னா அம்மா கொஞ்சம் பூ தரட்டா? പൂ തന്നെ അങ്ങ് വെച്ചോണ്ടാ മതി. ആന്റി ഞങ്ങള് പോയിട്ട് വരാം. എടാ കൊച്ചിനെ വയ്ക്കോളാം കേട്ടാ. പോവാ നടക്ക്. പോണ വഴിക്ക് കഴിക്കാൻ ഈന്തപ്പഴം വല്ലതും വേണം. ഓർമ്മടുത്ത് കൈ പിടിക്കാം. വല്ല ഷുഗറൊക്കെ കുറഞ്ഞ് വീണാലാ. ബാ, ഫോർമാലിറ്റിക്ക് ചോദിച്ചു. അങ്ങനെ അവസാനം തൂക്കെടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇല്ല, ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞേ. അവരെന്തൊക്കെയൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവരവിടെ നിന്ന് തിരിച്ച് വന്നോണ്ടിരിക്കും. നല്ല മാറ്റം കൊണ്ട് പറഞ്ഞാ അതിനിപ്പോ എന്താവാ? ഞാൻ അവിടെ ഉണ്ട്. എന്തേ അനിയനെ വിളിച്ചായിരുന്നു എന്നാ? ഇവിടെ താൻ എന്തിനാണ് ഇപ്പൊ അത് ചോദിക്കണേ? ഇപ്പൊ അവളുടെ പേര് ഇവിടെ പറയേണ്ട കാര്യം എന്തിനാണ്? അത് രണ്ടാമത്തെ കാര്യം. അലീനയുടെ പേര് താൻ എന്തിനാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്? എടോ വിളിച്ചോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം ഒന്ന്. എടേ താൻ വലിയ കഷ്ടമായില്ല. എടോ ഞാൻ പറയണ താൻ കേള്. ഹലോ ചേട്ടാ, ചേട്ടനെ കൊണ്ട് നടക്കൂ. എന്തോന്ന് ഈ രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതേ. രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നാ? നിന്റെ അടുത്ത് ആടെ ഇതൊക്കെ പറഞ്ഞേ? നമുക്കറിഞ്ഞൂടെ ഇതെല്ലാം? നമുക്കറിഞ്ഞൂടെ ഇല്ല. ഇതൊക്കെ പറയാറായി പോയാ നീ എന്തേ? ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയോ? ഇത്ര നേരം ചോദിച്ചോണ്ടിരിക്കല്ലേ, ചോയി. ചേട്ടാ, ചേട്ടൻ മെർലിൻ ചേച്ചിയാണോ ഇഷ്ടം അതോ അലീന ചേച്ചിയാണോ ഇഷ്ടം? ഇതൊക്കെ എന്തൊരു ചോദ്യം കൊച്ചേ. നിനക്കറിഞ്ഞൂടെ? ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത് മെർലിനെയാണ്. ചേട്ടാ, എന്തോ ഒരു ചായ അലീന ചേച്ചി എടുത്തുള്ളോട് പോലെ. എന്തോ ഒരു ചായ അലീന ചേച്ചി എടുത്തുള്ള പോലെ. ഡേ നീ ഇത് എവിടെ നിന്നെ പഠിക്കുന്നേ? ചേട്ടന്റെ അല്ലേ അനിയത്തി? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചേട്ടന്റെ അല്ലേ അനിയത്തി കഴിഞ്ഞ്. മൂമ്മൻ ചേച്ചി വന്ന എന്തായി? പോയിട്ട് എന്താവാൻ? നമുക്ക് അങ്ങോട്ടിരിക്കാടാ. ചേട്ടാ, അമ്മമ്മ നമുക്ക് അകത്തോട്ട് പോവാം. വേണ്ട, ഇവിടെ ആവുമ്പോ നല്ല കാറ്റുണ്ട്. എങ്ങനെ നടന്ന ഞാനാ? എന്തോ പറയാനാ? ആശുപത്രി ചെന്നിട്ട് അവർ എക്സ്റേ എടുക്കണം, പിന്നെ സ്കാൻ ചെയ്യണം, പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. പിന്നെ വേണ്ട ഓക്കെ ഉള്ള ചോര മൊത്തം കുത്തിയെടുത്തു. ഇപ്പൊ പോയത് നന്നായില്ലേ? അതുകൊണ്ട് BP ഇല്ല, ഷുഗർ ഇല്ല, അതൊക്കെ നോർമലാണ്. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് പ്രശ്നം? ഇച്ചിരി ചോരക്കുറവുണ്ടെന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അമ്മുമ്മയ്ക്കാ? പിന്നെ എനിക്കാ? അമ്മുമ്മയുടെ ഓട്ടം ചാട്ടമൊക്കെ ഉണ്ടല്ലേ, ബ്ലഡ് കുറവാന്ന് തോന്നത്തില്ല.
എന്തായാലും നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദേ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ടാ വന്നെ. ഫ്രൂട്ട്സാ എടാ? നിനക്കുള്ളതല്ല അമ്മൂമ്മയ്ക്കുള്ളതാ. ഓ ശരി എടോ. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമല്ല, അമ്മൂമ്മ ഈടായിട്ട് മീനൊന്നും കഴിക്കണില്ലല്ലോ. വലിയ മീനൊന്നും കഴിക്കണ്ട, ചെറുത് വല്ല മത്തിയ വല്ല നത്തോലിയാ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ അമ്മൂമ്മയ്ക്ക് കഴിക്കാലോ. எங்கிட்ட கொஞ்சம் சீட்ஸ் இருக்கு. சியா சீட்ஸ், சன்ஃப்ளவர் சீட்ஸ், போமக்ரானேட் எல்லாமே இருக்கு. அதெல்லாம் மிக்ஸ் பண்ணி நம்ம பால்ல கொடுத்தா உடம்புக்கு ரொம்ப நல்லது தானே. ഉടമ്പൊക്കെ ரொம்ப നല്ലത്. അതൊക്കെ എവിടെ ഇരിക്കുന്നു? என்னோட பேக்ல. ആ ബാഗ് എവിടെയാന്ന് മാത്രം പറയരുത്. ആ സാധനമൊക്കെ പിന്നെ ആവിയായി പോവും, ആന്റിക്കൊന്നും കിട്ടൂല. അമ്മൂമ്മ എന്തു പറ്റി? വയ്യേ? വയ്യാത്തോണ്ടല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതല്ല പിന്നെ ഇപ്പൊ എന്താ പറ്റിയ? വയ്യാണ്ടായോന്ന് വീണ്ടും? വയ്യേ? ഓ ആശുപത്രിയിൽ പോയിട്ട് വന്നതിന് ശേഷം എന്തോ പോലെ. എന്തോ പോലെയാ? പിടിച്ചേ. അല്ലെങ്കിൽ വേണ്ട. ഞാനേ എന്നാ പിന്നെ കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടെടുക്കട്ടെ. ഓ அப்படின்னா நான் கஞ்சி எடுக்கிறேன். കഞ്ചി പിന്നെ കൊടുക്കാൻ്റെ. ഈ ഭക്ഷണത്തിന് മുന്നേ കുറച്ച് മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കാം. അമ്മൂമ്മ മരുന്ന് കഴിക്കൂല. അമ്മൂമ്മ മരുന്ന് കഴിക്കില്ലെന്ന് ആര് പറഞ്ഞു? ലച്ചു പറഞ്ഞു അതിനെ അമ്മൂമ്മ മരുന്ന് കഴിക്കും. ഇല്ലേ അമ്മൂമ്മ? എന്നാ പിന്നെ നമുക്ക് കുറച്ച് നേരം അകത്ത് കിടക്കാം. വിടടാ. എന്റെ അമ്മൂമ്മനെ കൊണ്ടുപോകാൻ എനിക്കറിയാം. വിട്. വിടാൻ. വിട്ട് പാറു വിട്ടേ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ആശുപത്രിയിൽ ആണല്ലേ കൊണ്ടുപോയി. വിട്. വാ അമ്മൂമ്മ. പിന്നെ ഒരു കാര്യം, 2 ദിവസത്തേക്ക് അടുക്കളയുടെ പരിസരത്ത് കണ്ടുപോകരുത്. ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. ഓക്കെ? ഓ വാ. இவருக்கு இது என்னாச்சு? എന്നമോ ആച്ച്, അതുറപ്പാണ്. வா பார்க்கலாம். ഉറങ്ങിയ അമ്മൂമ്മ? അമ്മൂമ്മ ഓ ഉറങ്ങുമായിരുന്നോ? ആ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ കിടന്നു, അത്രേ ഉള്ളൂ. ദേ ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ച്. അയ്യോ വേണ്ടാക്കള എനിക്ക്. എന്തോന്ന് അമ്മൂമ്മ, ഇച്ചിരി കുടിക്ക്. എന്റെ പൊന്നോനെ വേണ്ടാത്തോണ്ടല്ലേ, കുടിക്കാൻ തോന്നുന്നില്ല. അമ്മ ഞാൻ പറഞ്ഞല്ലേ മര്യാദക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം കുടിക്കണം എന്നൊക്കെ. അമ്മ ഇത് കുടിച്ചേ. മക്കളെ വായിക്ക് രുചിയില്ല, വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല എനിക്ക്. രണ്ട് സിപ്പ് എടുത്താ മതി. ബാ ബാ ബാ. നീ ഈ കൊച്ചിന്റെ ഒരു കാര്യം പറഞ്ഞാ കേക്കത്തില്ല, പിന്നെന്തോ ചെയ്യാനാ. വയ്യായ മാറണ്ടേ അമ്മൂമ്മ? കുടിച്ചു. അയ്യോ എന്താ? ഭയങ്കര ചൂട്. ചൂട് കൂടുതലാ? ആ ചൂട് കൂടുതല, ഭയങ്കര കൂടുതല. അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കനകാൻ്റെ എടുത്ത് ഇച്ചിരി കഞ്ഞിവെള്ളം എടുക്കാൻ പറഞ്ഞ ആന്റി കൈ കൊണ്ട് നിന്നതാ. ശരിയോളം നല്ല ചൂണ്ടല്ല ആന്റി. என்ன லச்சு? എന്റെ ആന്റി കുടിക്കാൻ ഇച്ചിരി കഞ്ഞിവെള്ളമാണെന്ന് ചോദിച്ചത്, അല്ല തിളച്ച കഞ്ഞിവെള്ളം അല്ല. ஐயோ அவ்வளோ சூடா இருக்கா? പിന്നെ ഇല്ലാണ്ട് അമ്മയുടെ വാ വരെ പൊള്ളി. சாரி அம்மா. ഓ അത് കാര്യമാക്കണ്ട. കാര്യമാക്കണ്ടെന്നാ? കാര്യമാക്കണോ അമ്മമ്മേ? ആന്റി വയ്യാതെ കിടക്കുന്ന ഒരാള് ഇച്ചിരി ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളം ചോദിച്ചത്. അപ്പൊ തിളച്ച വെള്ളമാണോ കൊണ്ടുവന്ന് തരണ്ടേ? ആണോ? அல்ல. അല്ലല്ലോ. சாரி. എന്റെ അടുത്ത് സോറിയൊന്നും പറയണ്ട. ഒരു ഗ്ലാസ് എടുത്ത് തരാൻ പറ്റുമോ? ആ എന്നാ ഗ്ലാസ് എടുത്തു. இப்பவே எடுத்துட்டு வரேன். കഷ്ടം, പാവം ഓടുന്ന കണ്ടില്ലയോ. ലച്ചു ആ കൊച്ചു ഇവിടുത്തെ ജോലിക്കാരിയാണോ? എന്താ അമ്മമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ കനകാന്റിനെ അങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമൊന്നും പറയല്ലേട്ടാ. എന്റെ അമ്മൂമ്മ, ഞാൻ ഇത്ര ഉള്ളപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതല്ല ആന്റീനെ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിനെ പോലെയാ. അപ്പൊ ഞാൻ ശിവാനിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ആന്റിയുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്നാലും ചില സമയത്ത് അതിന്റെ രീതികൾ കാണുമ്പോൾ കഷ്ടം തോന്നും. ഞാൻ ശ്രദ്ധിക്കാം. മുട്ടുവേദനയാണോ? മുട്ടുവേദന എടുക്കുന്നു. ഓ അത് എന്നെയും കൊണ്ടേ പോകത്തുള്ളന്നേ. ഇത് ഞാൻ തിരുമ്പി തരാം. ഇതൊന്ന് പിടിക്കോ? ചൂട്. എവിടെ? ഇവിടെയാ? അയ്യോ ഇവിടെ എല്ലാം അങ്ങ് വേദനയാ. വേദനയോ കഴപ്പോ എന്തൊക്കെയാന്ന് ആർക്കറിയാം. പ്രായമായില്ലേ, അടങ്ങി ഒതുങ്ങി എവിടെങ്കിലൊക്കെ ഇരിക്കണം. പടവലത്ത് പോയി കഴിഞ്ഞ പറമ്പിലൊന്നും ചെന്ന് പണിയെടുക്കരുത് പ്ലീസ്. ഓ അതൊന്നും നടക്കത്തില്ലെന്നേ. എന്തായാലും ജോലിയൊക്കെ ചെയ്തേ. എനിക്കറിയാം ഇതൊന്നും നടക്കൂലെന്ന്, എന്നാലും കാര്യം ശ്രദ്ധിക്കൂലല്ലോ. കുഴമ്പിരിപ്പുണ്ടോ? ആ ബാഗിനകത്തുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ആണോ? വേണ്ട വേണ്ട. എന്റെ അമ്മേ, ഞാൻ ഇത് എന്തുവാ കാണുന്നേ? എന്തുവാ? അമ്മൂമ്മയുടെ കാല് ആരാ തടയി തരുന്നത്? അമ്മൂമ്മയുടെ കാല് അമ്മൂമ്മയുടെ കൊച്ചുമോളാണ് തടവി കൊടുക്കുന്നത്. എന്ത് വല്ലാത്ത കാഴ്ച തന്നെ.
തടവി തടവി വഴക്കാവരുത്. ഷേടാ ഇതെന്തൊരു കഷ്ടമാണിത്. എനിക്ക് എൻ്റെ അമ്മമ്മയുടെ കാലൊന്ന് തടവി കൊടുത്തൂടെ, ഒന്ന് സ്നേഹിച്ചൂടെ? കണ്ടാമ്മേ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കണം എന്നാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. മക്കൾ അതൊന്നും കാര്യമാക്കണ്ട, കുഞ്ഞല്ലേ അവള്. ആ കുഞ്ഞു മനസ്സിലുള്ള ചിന്തയൊക്കെ കണ്ടാ. അവളിനി അങ്ങനൊന്നും പറയല്ലേ കേട്ടോ. അമ്മൂമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പടവലത്തെ വീട്ടിലെ ആരെങ്കിലും ഒരാളെ സഹായിക്കാൻ നിർത്തിക്കൂടി? അതൊന്നും ശരിയാവത്തില്ല മക്കളെ. അല്ല, ആ ഉമേഷ് ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ, പുള്ളിക്കാരി അടുത്ത് കുറച്ച് ദിവസം അവിടെ ഒന്ന് നിൽക്കാൻ പറ. ഫസ്റ്റ് എന്നിട്ട് വേണം അവിടെ കൂടെ അവനെ വീട്ടിൽ വന്നിരുന്ന് കള്ളുകൂടി തുടങ്ങാൻ. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. லெச்சு நான் ஒன்று சொல்லவா? இப்போ ஹோட்டல் ஆரம்பிக்கல, அதனால அது வரைக்கும் நான் படவலத்தில் போய் வேலை பார்க்கலாமா? ആന്റിക്ക് എന്തോന്ന് ആന്റി? ആന്റി നാട്ടുകാരെ മൊത്തം സഹായിക്കാന്ന് വല്ല നേർച്ചയെ നേർന്നിട്ടുണ്ടാ? എവിടെ എന്ത് ജോലി ഉണ്ടെന്ന് പറയും, ഞാൻ പോയി ചെയ്യാം, ഞാൻ അങ്ങോട്ട് പൊക്കോളാം, ഞാൻ ഇങ്ങോട്ട് പൊക്കോളാം. ആന്റി ഇവിടുത്തെ ജോലിക്കാരിയൊന്നും അല്ല, അത് മനസ്സിലാക്കിട്ടാ. அம்மா என்னோட அம்மா தானே, அதனால சொன்னேன். അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ വേറെ ആരെങ്കിലും പണിക്ക് വെക്കാന്ന്. നമ്മൾ തന്നെ പോണമെന്നുണ്ടോ? ഇല്ലല്ലോ. സാറിനെന്താണാവോ വേണ്ടേ? എന്തോ പോയ വഴിക്കൊന്ന് കേറിയതാണേ. ഞെക്കിക്കോട് ഞെക്കിക്കോട്. ഈ പോക്കാണെങ്കിൽ പടവലത്തെ വീടും പറമ്പും ലച്ചുവിന്റെ വരിയിരിക്കും. എടാ ലച്ചുനെ, അമ്മൂമ്മേന്റെ അടുത്ത സ്നേഹമൊക്കെ പ്യോറാണ്, അല്ലാതെ അമ്മൂമ്മയുടെ സ്വത്തും അതൊന്നും മോഹിച്ചല്ലേ ഞാൻ സ്നേഹിക്കണത്, അല്ലേ അമ്മൂമ്മ? പിന്നല്ലാതെ എൻ്റെ കുഞ്ഞിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഞാൻ എപ്പോൾ പാടൂർ അമ്പലത്തിൽ പോയാലും എൻ്റെ ലച്ചുമോടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം നടത്താതെ ഞാൻ പോരത്തില്ല. അത് നടത്തണ്ടെന്ന് വിചാരിച്ചു പോയാലും അവിടെ ചെല്ലുമ്പോൾ അറിയാതെ അങ്ങ് നടത്തിപ്പോകും. അപ്പൊ അമ്മൂമ്മയുടെ മനസ്സിൽ നമ്മളൊന്നും ഇല്ല, ലച്ചു വെച്ച് മാത്രമേ ഉള്ളൂ. അയ്യോ, എൻ്റെ കുഞ്ഞെൻ്റെ വാവയല്ലയോ, എൻ്റെ പൊന്നു മോനല്ലയോ. അയ്യോ പൊന്നു മോൻ ചിക്കുവാവല്ലയോ ചെല്ലി. ചേട്ടാ, അതെ അതെ അതെ, ചിക്കുവാവേം മരവാഴയും മധുരാന്റിയും ഒക്കെ ചെല്ല്. എന്റെ മുത്ത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. മുത്ത എന്റെ അമ്മൂമ്മ, എന്റെ സ്വത്ത് ഇച്ചിരി കാറ്റും വെളിച്ചൊക്കെ കിടക്കട്ടെ. സത്തിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞേ. പോണു പോണു പോണു. അത് കുടിച്ചില്ലല്ലോ അമ്മൂമ്മ. മതി മോളെ, ഇച്ചിരി 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 കുടിക്കേ, കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. കുറച്ച് 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 കുറച്ചും കൂടെ, കുറച്ച് ഒറ്റ സിപ്പ് ഒറ്റ സിപ്പ്. മതി മതി മതി. നീ കുറച്ചു നേരം കിടന്നോ കേട്ടോ. റെസ്റ്റ് എടുക്കുക കേട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഭക്ഷണം എങ്ങാനും കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ അമ്മൂമ്മ നമ്മൾ തമ്മിൽ തെറ്റുവേ. കഴിക്കാം കഴിക്കാം. പിന്നെ രാവിലെ ഈ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ എണീക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും വേണ്ട, ഉറങ്ങിക്കോ കേട്ടാ. അമ്മൂസ് അമ്മൂസ് എണീറ്റില്ലേ അമ്മൂമ്മ? അമ്മൂമ്മ എണീക്ക്. ഇച്ചിരി നേരം കിടക്കട്ടെ മക്കളെ. അത് പറഞ്ഞാൽ പറ്റൂല, എണീക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. എണീക്ക് 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 എണീക്ക്. കഴിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര നേരം വേണമെങ്കിലും കിടന്നോ. ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഒരിടത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഇച്ചിരി ആശ്വാസം ഉണ്ട്. മറ്റേ തലചുറ്റലൊക്കെ കുറവുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഇരിക്കും. മാതള നാരങ്ങയുണ്ട്, പുഴുങ്ങിയ 2 പഴമുണ്ട്. മക്കളെ, എനിക്ക് പുഴുങ്ങിയ പഴമൊന്നും ശരിയാവത്തില്ല, എനിക്ക് വേണ്ട മോളെ. ശരിയാവത്തില്ലെങ്കിൽ നമ്മൾ ശരിയാക്കും. ഇതൊക്കെ കഴിച്ചാലല്ലേ അമ്മൂമ്മയെ നമുക്ക് എനർജി ഒക്കെ കിട്ടത്തുള്ളൂ. ഇതെങ്ങനെ കഴിക്കാനോ മക്കളെ? അത് ഞാൻ കാണിച്ചു തരാം. അയ്യോ കഴിക്ക് കഴിക്ക് കഴിക്ക്. മതി മതി മതി. ഇച്ചിരി പഴം കൂടെ കഴിക്കുക, ഞാൻ തൊലി കളഞ്ഞു തരാം. അയ്യോ, എന്താ അയ്യോ, ആരോഗ്യം വേണ്ടേ? ഈ പെണ്ണിന്റെ ഒരു കാര്യം, എല്ലാരെയും അങ്ങ് കയ്യിലെടുത്തോളും. അതിന് ചേച്ചിയെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. അമ്മായി വന്നപ്പോഴത്തേക്ക് പാവ അമ്മായിയെ അടിച്ചിട്ട്. അതെ, ആരെയും എനിക്ക് അടിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. എന്താന്നറിയില്ല, എന്നെ കാണുമ്പോ തന്നെ എല്ലാരും താഴെ അങ്ങ് വീണോളും. വേണ്ട മക്കളെ. ഭവാനി എന്തുവാടി ഇത്? എനിക്ക് വേണ്ടാത്തോണ്ടാ മക്കളെ. കഴിക്ക്, ഒരു കുഞ്ഞു കഷ്ണം കഴിക്ക്. വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട, ഞാൻ കഴിക്കും. നിർബന്ധിക്കുകയും ചെയ്യും, ഇതേപോലെ കഴിപ്പിക്കുകയും ചെയ്യും കേട്ടാ. ഈ ആഹാരം വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചുള്ളൊരു മുൻഘടനയിൽ എങ്ങനെ പറഞ്ഞതാണ്. കുറച്ച് മാതള നാരങ്ങ കൂടെ കഴിക്ക്. അയ്യോ, കഴിക്ക് 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 കഴിക്ക്.
ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ പറഞ്ഞാ കേട്ടായിരുന്നോ ഭവാനിക്ക് ചോര കുറവാന്ന്. ഈ ലച്ചു ഉണ്ടാക്കി തരും ഭവാനിക്ക് ചോര. ലച്ചുവിന് ചോര ഉണ്ടോന്ന് ദൈവത്തിനറിയാം. ചോരയ്ക്ക് തിളപ്പ് കൂടല. லெச்சு நீ சாப்பிடுறத பார்த்தா கஷ்டமா இருக்கும். நிறைய சோடு போடுவ, ஆனா கொஞ்சம் கொஞ்சமா எடுப்ப, அவ்வளவுதானே? അത് ഇവിടെയല്ലേ ആന്റി. കുഴിപ്പളത്തിന്റെ അവസ്ഥ കണ്ടിട്ടില്ലല്ലോ. കുഴിപ്പളത്തമ്മ ഉണ്ടല്ലോ എന്നെ പിടിച്ച് ഇരുത്തി ചോറ് മൊത്തം തീറ്റിപ്പിക്കും. ഞാൻ കഴിച്ച് തീരുന്ന വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ കുഴപ്പമുള്ള ഫുഡ് ഉണ്ടാക്കി തീരുന്നിടം വരെ ചേച്ചി ഇങ്ങനെ നോക്കിക്കോളും. എടാ അത് എന്നെ കൊണ്ട് അവിടുത്തെ അമ്മ ജോലി ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടല്ലേ. അപ്പൊ പിന്നെ ഇവിടെ എന്ത് ചെയ്യണ്? എന്തിവിടെ ഞാൻ ജോലി ചെയ്യുന്നില്ലേ? ഇവിടെ ജോലി ചെയ്യുന്ന പോലെ കാണിക്കും, പക്ഷേ ചെയ്യൂല. കനകാൻറ്റി വന്നപ്പോഴത്തേക്ക് പിന്നെ പറയണോ? கௌரியானா அப்படி இல்லை, வேலையெல்லாம் பண்ணுவா. അതെന്താ അങ്ങനത്തെ ഒരു സംസാരം? ഞാനപ്പോ ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാറില്ലേ? എന്താ ചിരിക്കണേ? ജോലി ചെയ്യൂല, അതുകൊണ്ട് ചിരിക്കുന്നു. ലച്ചു പടവലത്ത് വന്നാലും അങ്ങനൊക്കെ തന്നെ. അവള് അടുക്കള കയറത്തില്ല, പാടത്തും പറമ്പിലും ഒക്കെ ഇങ്ങനെ നടക്കും. അടുക്കള കയറുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞ ചിരി കഴിഞ്ഞ? ഞാൻ പടലത്ത് വന്ന് അടുക്കള കയറാറില്ല. ഞാൻ അവിടെ പണിയെടുക്കുന്ന അമ്മൂമ്മ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരു ദിവസം എങ്ങാണ്ട് അടുക്കള കയറിയില്ലയോ? പപ്പടം അല്ലല്ല, നീയല്ല പപ്പടം കാച്ചാൻ കയറിയത് ശിവാനിയായിരുന്നു. നീ അങ്ങനെ കയറാറേ ഇല്ല. വരട്ടെ പോരട്ടെ, കണക്കുകളിങ്ങനെ വരട്ടെ, ബാക്കി കൂടെ പറ. എന്തോ പറയട്ടെ എന്ന് ചോദിക്കുന്നത്? നീ അങ്ങനെ കയറാറുണ്ടോ? ഞാൻ കയറാറില്ല അവിടെ. ഇല്ല. കേറാറില്ലേ? ഇല്ല. ആര് പറഞ്ഞാ കേറാറില്ല? ഞാൻ അവിടുത്തെ പണിയൊക്കെ എടുക്കാറുണ്ടല്ലോ. ആര് പറഞ്ഞെടുക്കുന്നുണ്ടെന്ന്? അമ്മൂമ്മേ, ഒരമ്മൂമ്മ വിളിക്കണ്ട. നീ അങ്ങനെ കേറാറുമില്ല, പണിയൊന്നും എടുക്കാറില്ല. നീ ഭയങ്കര മടിച്ചു കോതയാ. അമ്മൂമ്മേനെ ഇത്രയും ശുശ്രൂഷിച്ച് എന്റെ അടുത്ത് തന്നെ ഇതൊക്കെ പറയണം കേട്ടാ. അല്ല, നീ ശുശ്രൂഷിച്ചപ്പോ അതിന് എന്തോ കാരണം ഉണ്ടാവും, അല്ലാതെ അങ്ങനെ വെറുതെ ഒന്നും നീ ഒന്നും ചെയ്യത്തില്ല. കണ്ടാടാ, പാമ്പിനാണല്ലോ ഞാൻ ഇത്ര നേരം സ്നേഹിച്ച് പാല് കൊടുത്തോണ്ടിരുന്നേ. തല ഇച്ചിരി പൊക്കി തുടങ്ങിയപ്പോ കൊത്താൻ തുടങ്ങി മനുഷ്യനെ. നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വല്ലതും തരാനേ? ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ഉമ്പോലിച്ചൊക്കെ തന്നപ്പോഴേ എനിക്കറിയാം ഏതാണ്ട് കാര്യം ഉണ്ടെന്ന്. ഏതാണ്ട് കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. ഇനിയിപ്പോഴേ നാട്ടുകാരോട് മൊത്തം ചെന്നിടന്ന് പറ, അമ്മൂമ്മയ്ക്ക് ഏത്തപ്പഴം പിഴുങ്ങി കൊടുത്തു, അമ്മാമ്മയ്ക്ക് അനാറ് കൊടുത്തു എന്നും പറഞ്ഞോണ്ട് ഇനി നാട്ടുകാരോടൊക്കെ ചെന്നിടന്ന് പറയടി. അതിനെ എന്റെ പേര് ഭവാനി എന്നല്ല. വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കാൻ. എന്റെ ദൈവമേ, ഏത് നേരത്താണ് അമ്മൂമ്മനൊക്കെ സ്നേഹിക്കാൻ തോന്നിയത്? ഞാൻ പടവലത്തോട്ട് പോവാ. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചെങ്ങ് സമാധാനം കിട്ടും. അങ്ങോട്ട് ചെല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. നീ എവിടെ ചെന്നാലും അവിടെ സമാധാനം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണോ പടവലത്ത് ഇങ്ങോട്ട് പോകുന്ന? തിരിച്ച് പടവലത്തോട്ട് പോയിക്കൂടെ? എനിക്ക് സൗകര്യമില്ല പോവാൻ. നീ കുഴിപ്പുറത്തോട്ട് പോടി. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. കാലമേ, നിങ്ങൾ ഇത് കാണുക. ഇത് സ്വർണ്ണലിപികളിൽ എഴുതിപ്പെടേണ്ട ചരിത്രം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.